ഇന്നത്തെ കാര്യങ്ങളല്ല ഞാൻ വന്നതിന് ശേഷം നടത്തിയാൽ മതി. സെക്രട്ടറിയുടെ മുന്നിലെ തീർന്നയോ? അത് കുഴപ്പമില്ല, ഞാൻ ഇപ്പം വരും. ഞാനിവിടെ സ്കൂളിലാണ് കൊച്ചിന്റെ PTA മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ അറിയാതിരിക്കാണല്ലേ നമ്മളവിടെ വിളിച്ചു വരുത്തിയിട്ട് അവർ എങ്ങോട്ടൊക്കെ പോയി നടക്കുന്നു. എത്ര സമയമായിട്ട് ഞങ്ങളോട് ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശിശുദിനത്തിനായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതെല്ലാം ഒന്ന് കഴിഞ്ഞപ്പോ കുറച്ച് ലേറ്റ് ആയി. മക്കളെ ഈ പിള്ളേരെല്ലാം ക്ലാസ്സിൽ കയറി ഇരിക്കട്ടാ. സാറെന്താ സാറിത്ര താമസിച്ചത്? പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ സമയമില്ലേ? അതിന് ഉച്ചക്കല്ലേ ചോറെടുക്കണ്ടത്? എത്ര മണിയായി നോക്കൂ. എന്റെ ടീച്ചറെ എനിക്ക് ദേഷ്യം വരികയാണ്. ഞാൻ എവിടെയൊക്കെ തിന്നിട്ടെന്നറിയാം ഇത്രയും സാധനം കിട്ടിയത്. ഇപ്പം 3 തേങ്ങയും ഒരു 4 പപ്പായ കിട്ടിയിട്ടുണ്ട്. മതി മതി മതി. ഈ പപ്പായ എടുത്തിട്ട് തോരൻ വെക്കണം. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ എടുത്തിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു ആയവരാണ്, ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഡ്രിൽ സാറാണ്. എനിക്കൊരു നിലവിലെ കൊണ്ട് അറിയാം. ശരി, അപ്പൊ ഞാൻ ഇവിടുത്തെ ആരാണ്? ആണല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ 1 കിറ്റ് അരിയും കുറെ വിറകുമായിട്ടാണ് രാവിലെ വന്നത്. ഇപ്പൊ ഞാൻ ചോറ് വാർത്തിട്ടിട്ടാ വന്നേക്കുന്നത്. അപ്പൊ എനിക്ക് നിലയും വിലയൊന്നും ഇല്ലേ? ഇല്ലേ? ടീച്ചറെ അത് കൊള്ളാം. നിങ്ങൾ വല്ലവന്റെ പറമ്പിൽ പപ്പായം തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളുടെ മക്കൾക്ക് ഈ ഭക്ഷണം കൊടുക്കുന്നത്. ചുമ്മാ അല്ല കൊച്ചു പോലെ ക്ഷീണിച്ചിരിക്കുന്നത്. നോക്കട്ടെ. അതായത് ഞങ്ങൾ സർക്കാരിൽ നിന്ന് പണ്ട് നിങ്ങൾ അടിച്ചു മാറ്റുക. ഞങ്ങളുടെ നല്ല മനസ്സോടെ ഈ പിള്ളേർക്ക് ഇങ്ങനെയെങ്കിലും ഫുഡ് കിട്ടുന്നത്. അത് ഞങ്ങൾ സർക്കാരിൽ നിന്ന് പണ്ട് ചെയ്യുന്നത്. അതെ, സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്ന തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ്. അതിൽ പിള്ളേർക്ക് പാല് കൊടുക്കണം, മുട്ട കൊടുക്കണം. ഇവിടുത്തെ പൈസക്ക് ഞങ്ങളോട് പോകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ജയിലിൽ കിടക്കുന്നവർക്ക് ഇറച്ചി മീനും എല്ലാം, പിള്ളേർക്ക് കഞ്ഞി പോയത്. എന്നിട്ട് ഞങ്ങളുടെ വിലയും നിലയും ഒക്കെ വന്നിട്ട് ഏതെങ്കിലും പറമ്പിൽ പോയിട്ട് കുറച്ച് തേങ്ങയോ പപ്പായോ ഒക്കെ കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ ഇത് പിള്ളേർക്ക് വെച്ചു കൊടുക്കും. ഞങ്ങൾ പഠിപ്പിക്കുകയും വേണം, ഇതും ചെയ്യണം. സാറിതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ സാറ് പോയിട്ട് ഉച്ചക്കുള്ള ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ റെഡിയാക്കും. എന്റെ പൊന്നെ സാറേ, എന്റെ വെറുതെ ടെൻഷൻ അടിച്ചിട്ടല്ലേ. ടീച്ചറെ ഞാൻ എന്റെ കൊച്ചിനെ വിളിച്ചോണ്ട് എന്തോ കൊച്ചിനെ വിളിച്ചോണ്ട് വരാം. കൊച്ചിനോട് പോയി അവിടെ നിൽക്കുക. വിളിച്ചോണ്ട് വെച്ചല്ലേ. അപ്പൊ നമ്മള് മീറ്റിംഗ് പാരന്റ്സ് മീറ്റിംഗ് തുടങ്ങാൻ പോവാണ്. ടീച്ചർ ഓരോ പിള്ളേരുടെ പേര് വിളിക്കും. അവർ പാരന്റുമായിട്ട് കയറി വരണോട്ടാ. ജോണി ജോണി ഞാൻ പപ്പയെ വിളിച്ചോണ്ടോ. പപ്പ പപ്പായുടെ അടുത്ത് നിന്നോട്ടാ. അപ്പൊ ജോണിയുടെ പപ്പ പേര് പീറ്റർ. നോക്കൂ സാർ, നോക്കണമെന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ടീച്ചറല്ലേ അവന്റെ അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പെട്ട് നിന്നത്. എല്ലാം ഓക്കെയാണ്. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ. നിങ്ങളുടെ മോൻ ഇത്ര മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി. എന്താ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ കൊച്ചു നന്നായിട്ട് പഠിക്കണം. ഇത് നോക്കിക്കേ, ഇത് നോക്ക്. 9, 7, 4, 6, 3 ഫോൺ നമ്പർ അല്ലേ? ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിന് ഇവന് കിട്ടിയിട്ടുള്ള മാർക്കായത്. കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് നിന്റെ കൂട്ടുകാരി ആവണിയെ നോക്കുന്നു. 100 അവളെ നോക്കി നോക്കിയാ ഞാൻ എങ്ങനെ. ഞാൻ ചോദിക്കട്ടെ സാറേ, ഇവരുടെ വീട്ടിൽ ശ്രദ്ധിക്കാനായിട്ട് വൈഫിന് എന്താ പോലെ ജോലി ഉണ്ടോ? വൈഫ് ശ്രദ്ധിക്കാനായിട്ട് അവളെ കാര്യം പിന്നെ പറയാതിരിക്കുന്നത്. അവർക്ക് എപ്പോഴും യൂട്യൂബിൽ പാചകം നോക്കണല്ലോ. ഈ സ്ഥലത്ത് കൊച്ചിനെ നോക്കണം. അതൊരു വലിയ പ്രശ്നം. പുതിയ എന്തൊക്കെ വന്നിട്ട് പുതിയ ടിഷർട്ട് ഒന്ന് പറഞ്ഞിരിക്കുക. ഈ കൊച്ചിന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ കത്തെ സങ്കല്പിക്കാനാ പറഞ്ഞത്. ഇങ്ങോട്ട് കേറി വരാനല്ല പറഞ്ഞത്. സങ്കല്പിച്ചിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഉറപ്പാണ്. ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ശരിയാക്കി എടുക്കും. ഞങ്ങൾ
എന്തിനാണ് എന്നെ ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ ജനിച്ചേക്കുന്നത്? പറയിപ്പിക്കാനായിട്ട് അല്ല, ഇനി ഇവരെ തല്ലിട്ടൊന്നും കാര്യമില്ല സാറേ. ശരിക്കും പറഞ്ഞ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് നല്ലൊരു കുട്ടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. വേണം എന്തൊക്കെയാണ്? ഒരു 3 കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ്, സവാള, തക്കാളി. ഇതൊക്കെ ക്യാരറ്റ്, സവാള, തക്കാളി. അല്ല, അത് 3 കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ സാമ്പാർ നമുക്ക് കിടക്കാച്ച. എന്റെ കൂടെ കിടക്കാച്ചയാണ്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ കിടക്കാച്ചയാക്കിയാൽ മതി. ചെല്ലൂടെ. അപ്പൊ സാറിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എന്തായിരുന്നു? ക്യാരറ്റ്, സവാള, തക്കാളി. അയ്യോ, അതൊന്നുമില്ല, അത് സാമ്പാർ. ഇത് വേറെ 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഒന്ന് പേഴ്സണാലിറ്റി, പിന്നെ പങ്ക്ച്വാലിറ്റി, പിന്നെ നീറ്റ്നെസ്. ഇത് 3ഉം ഒന്ന് ശരിയാക്കി എടുത്തു തന്നെ കുട്ടീനെ നല്ല രീതിയിൽ നമുക്കൊന്ന് ഇത് വളർത്തിയെടുക്കും. 3 ഇവിടെ മേടിക്കാൻ കിട്ടും. പൈസ നോക്കണ്ട, കാരണം ഇത് പഠിച്ചു കണ്ടാൽ മതി. കാശ് കടവ് മറിച്ചിട്ട് വേണം ഞാൻ മേടിക്കും. ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന സാധനമൊന്നും അല്ല. എല്ലാം നിങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. ഇത് എന്ത് പ്രശ്നം? ഇത് മേടിച്ചു കൊടുക്കാനും അതും പറ്റത്തില്ല. ഇത് മേടിച്ചു കൊടുത്തിട്ടെന്ന് പറയുന്നത് കൊച്ചിന്റെ മാർക്ക് കുറയുന്നു. എന്തായാലും ആവട്ടെ, ഞങ്ങൾ ശരിയാക്കി എടുക്കണം. നിങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ പോയിരുന്നു. ശരി, സെക്രട്ടറിയിൽ ഒരു ധർമ്മയുണ്ട്. സമയമില്ല ടീച്ചർ, അതുകൊണ്ടാ. സമയമില്ല. ഇരിക്കോ, നമുക്ക് ഓർഡർ അനുസരിച്ച് വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പാർട്ടിയും അമ്മയെ കുട്ടി വരും. വെപ്രാളാണല്ലോ വന്നാലും. എനിക്ക് ധർമ്മയുടെ സെക്രട്ടറി അറിയോ? ഞാൻ ധർമ്മ എവിടെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് ഈ സ്കൂളിൽ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. നന്നായി പഠിക്കും, നല്ല സ്വഭാവമാണ്, അത്യാവശ്യം മാർക്കുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വേറെ കംപ്ലൈന്റുകളൊന്നുമില്ല. ഞങ്ങൾക്ക് അറിയാം അമ്മയുടെ ഒരു നല്ലൊരു സപ്പോർട്ട് കുഞ്ഞിനുണ്ട്. അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇത്രയും നന്നായി വരത്തില്ലായിരുന്നു. പോയിരുന്നോ ഒരു കുഴപ്പമില്ല. അനന്യ പെട്ടെന്ന് പറയാനെങ്ങനെ പറ്റില്ല. കാരണം കൊച്ചൊരു അക്ഷരം പഠിക്കൂല എന്ന് മാത്രമല്ല അപ്പടി നാണക്കാരിക്കാം. പഠിച്ചില്ല എനിക്കൊരു പ്രശ്നമില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. എന്റെ മോളല്ലേ, അവിടെ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമാണ്. പക്ഷെ നാണം അതെന്റെ മക്ക പാടില്ല. നാണം പാടില്ല. അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ഞാൻ അറിയാതെ ഒരു വടിയെടുത്തൊരു അടിയെ കഴിച്ചു. നമ്മൾ ശരിക്കും ടീച്ചേഴ്സ് അടിക്കാൻ പാടില്ല. കുഴപ്പമില്ല. പക്ഷെ ഇവളുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വന്നില്ല, ഒരു വിഷമം പോലും. എന്റെ മോളാണ്. ഇവർക്ക് കണ്ണുനീര് വരാൻ പാടില്ല. കാരണം രാഷ്ട്രീയത്തിൽ ഇറങ്ങണേ ഇവർക്ക് തൊലിക്കട്ടി വേണം. അല്ലെ, കൊച്ചിനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിക്കോ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുമ്പോ നല്ലപോലെ സംസാരിക്കൊക്കെ വേണ്ടേ? കൊച്ചിന് കുറച്ച് അക്ഷരസ്ഫുടത കുറവാണ്. ആര് പറഞ്ഞു? എന്റെ കൊച്ചിന് ഈ ട്രീറ്റ്മെന്റ് പറഞ്ഞ ആ സാധനം ഉണ്ട്. അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഇലക്ട്രിസിറ്റി ഒന്ന് വായിക്കാൻ പറഞ്ഞപ്പോ കൊച്ചി ഇലക്ട്രിസിറ്റി എന്നാ വായിച്ചത്. അവള് കൊച്ചു കുഞ്ഞല്ലേ, അവർക്ക് അത് പറയാനുള്ള കപ്പാസിറ്റി അല്ലേ ഉള്ളൂ. മനസ്സിലായി. എനിക്ക് പോയിട്ട് തീർന്നു. അതെ, എന്തോ ലേശം ഉപ്പിന്റെ കുറവ്, ലേശം. അതെ, ഞാൻ രാഷ്ട്രീയക്കാരനല്ലേ നിൽക്കുന്നത്. എന്തെങ്കിലും നമ്മുടെ ഫണ്ടിലേക്ക്. അയ്യോ സാറിനെ കാണുമ്പോ വേറൊരു കാര്യം പറഞ്ഞിട്ട് നിൽക്കരുത്. നമ്മളുടെ സ്കൂളിന്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ? ഇരിക്കാൻ ഒരു നല്ല ബെഞ്ച് പോലും ഇല്ല. ഒരു പിള്ളേരുടെ ബാത്റൂമൊക്കെ കണ്ടിരുന്ന ഭയങ്കര എല്ലാം പൊട്ടിക്കിടക്കാണ്. പാചകത്തിന് ആളില്ല. അതെ, ആളില്ല, സാധനങ്ങളില്ല, എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ നമ്മുടെ സർക്കാരിലേക്ക് ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു 25 ലക്ഷം രൂപയുടെ ഞങ്ങൾ എല്ലാവരും ഫണ്ട് ഒരു പേപ്പർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സർക്കാർ നമുക്ക് 2 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളൂ. സർക്കാരിന് ഫണ്ടില്ല. എവിടെ ഫണ്ട് വേണ്ട സർക്കാരിന്. ഫണ്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ ദിവസം സെൻട്രൽ ജയിലിൽ 50 ലക്ഷം രൂപ വികസന പ്രവർത്തനത്തിന് അനുവദിച്ചല്ലോ. അപ്പൊ അതൊരു കാര്യമാണ്. അല്ല, അതൊക്കെ അവർ ചെയ്യും. അതൊക്കെ അവർ ചെയ്യുന്ന കാരണം എന്താണെന്നറിയാമോ? ഇവരിപ്പം മന്ത്രിയായിട്ട് നിൽക്കുകയാണല്ലോ. ഇവർക്ക് ഇനി സ്കൂളിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇവർക്ക് ഇനി ആവശ്യം ഈ കൈയിട്ട് വരലും അഴിമതിയൊക്കെ നടത്തുന്നത് കൊണ്ട് ജയിലാണ്. ഇവര് കൈയിട്ട് വരലും അഴിമതിയൊക്കെ കാണിക്കുമ്പോൾ ഇവര് കറങ്ങി തിരിച്ച് അവിടെ സെൻട്രൽ ജയിലിൽ ചെല്ലും. സെൻട്രൽ ചെല്ലും. അപ്പൊ ഈ സ്കൂളിലാണോ വികസനം വേണ്ട? അവർ കിടക്കേണ്ട സെൻട്രൽ ജയിലിലാണോ വികസനം വേണ്ടത്? വാസ്തവം